സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രഭാവതി വന്നതിന് ശേഷം എല്ലാവരും മാറി മാറി പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട് എവിടെയായിരുന്നു, എന്താ സംഭവിച്ചതെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ഒരു കാര്യം മാത്രം ഞാൻ പറയാം, എന്തായാലും നമ്മളുടെ കുടുംബം തകർക്കാൻ നോക്കുന്നവരാണ് എന്നെ കാണാണ്ടായതിന് പിന്നിൽ. അതിപ്പോൾ ഞാൻ തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനുമില്ല, നിങ്ങൾ എന്നോട് ചോദിക്കും വേണ്ടതെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥനും നന്ദനും എല്ലാവരും വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെങ്കിലും പ്രഭാവതി ആണെങ്കിൽ ഒന്നും പറയാൻ കൂട്ടാക്കുന്നില്ല. കാരണം പ്രഭാവതിയോട് നമ്മളുടെ ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഈ കാര്യങ്ങളൊന്നും പറയരുത്, 2 ദിവസം മാറി നിന്നതാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ട് മാത്രമൊന്നുമല്ല പ്രഭാവതി ഇത് പറയാത്തത്, ഇലക്ഷൻ കഴിയണവരെയും ഈ സംഭവങ്ങൾ ആരും അറിയരുതെന്ന് കരുതിയിട്ട് തന്നെയാണ്. എന്നാൽ നമ്മളുടെ ദേവികയാണെങ്കിലും ഈ ഋഷിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം നന്ദനോട് ആരോടും പറയണില്ല. ദേവികയും ഇത് മറച്ചു വയ്ക്കുക തന്നെയാണ്. കാരണം ദേവിക ഋഷിക്കും അരുന്ധതിക്കും വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയെ വിട്ടയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഋഷിക്കോ മേഡത്തിനോ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വിട്ടയച്ചില്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവാൻ പോണേന്ന്. അതുകൊണ്ട് തന്നെ ദേവികയും ഇതാരോടും പറയുന്നില്ല. പിന്നീട് നമ്മളുടെ പ്രഭാവതിയാണെങ്കിൽ വേഗം തന്നെ റെഡിയായി ഇറങ്ങി വരുന്നുണ്ട്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, പ്രഭേ നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ, അതല്ല സിദ്ധു, ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ നോമിനേഷൻ കൊടുക്കാൻ പോവാന്ന്. അപ്പോൾ വീണ്ടും പ്രഭ മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു എന്ന് ചോദിക്കുന്നു. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, സിദ്ധു എന്തൊരു ചോദ്യമായി ചോദിക്കണേ, ഞാൻ മത്സരിക്കാൻ വേണ്ടിയിട്ടല്ലേ നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത്, പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ എന്നാ പ്രസക്തിയുള്ളത്. സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, പ്രഭ നോമിനേഷൻ കൊടുക്കാൻ പോയ അന്നല്ലേ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഇനി പ്രഭ മത്സരിക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പം അതിന് സിദ്ധു എൻ്റെ അഭിപ്രായത്തിനനുസരിച്ചല്ലല്ലോ ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഇവിടെ സിദ്ധുവിൻ്റെ അഭിപ്രായം എനിക്ക് സ്വീകരിക്കാനും പറ്റില്ല. എന്നെ വിശ്വസിച്ചാണ് KDFകാർ എന്നെ സ്ഥാനാർത്ഥിയാക്കിയത്, അതുകൊണ്ട് അവരെ എനിക്ക് നിരാശപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഇന്ന് തന്നെ പോയി നോമിനേഷൻ കൊടുക്കുമെന്ന്. ആ സമയത്ത് ഗിരീഷൻ പറയുന്നുണ്ട്, സാറിനി മേഡത്തെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കാൻ നോക്കണ്ട, മേഡം എന്തായാലും നോമിനേഷൻ കൊടുക്കട്ടെ, ദേവികയും മേഡവും മത്സരിക്കട്ടെ, ആർക്കാണോ വിജയസാധ്യത ഉള്ളത് അവർ വിജയിക്കട്ടെ. എന്തായാലും ഞാൻ മേഡത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, മേഡത്തിന് വേണ്ടിയായിരിക്കും ഇനി എൻ്റെ എല്ലാ സമയവും ഞാൻ ഉപയോഗിക്കുന്നത്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഇപ്പോഴും താൻ എൻ്റെ വിഷമം മനസ്സിലാക്കുന്നില്ല അല്ലേ, ഞാൻ VDFിലാണ് പണ്ട് മുതലേ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അതുമാത്രമല്ല ഇപ്പോൾ VDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ദേവികയും. ഇനിയും താൻ ദേവികയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണോ മത്സരത്തിലേക്ക് ഇറങ്ങണമെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഞാൻ ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മത്സരത്തിൽ എനിക്ക് ജയിച്ചേ പറ്റൂ, അതുമാത്രമല്ല ഞാൻ MLA ആവുകയും ചെയ്യണം, എന്നാലേ നമ്മളുടെ കുടുംബം തകർന്നു പോകാതെ ഇതുപോലെ തന്നെ നിലനിൽക്കുള്ളൂ. എനിക്ക് ചുറ്റും കുറച്ച് ശത്രുക്കളുണ്ട്, അവർക്ക് തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഞാൻ MLA ആയേ പറ്റൂന്ന്. ഈ സമയത്ത് ദേവിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും അമ്മയുടെ ശത്രുക്കൾ അരുന്ധതി മേഡവും ഋഷിയും തന്നെയാണ്. മേഡം കുറേ കാര്യങ്ങളൊക്കെ തൻ്റെ അടുത്ത് സമ്മതിച്ചതുമാണ്, മനഃപൂർവ്വമാണ് മേഡം എന്നെ നന്ദുവിനെ അവിടെ ജോലിക്ക് എടുത്തതെന്നും അത് അമ്മയോടുള്ള വിരോധം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞതുമാണ്. പിന്നെ എൻ്റെയും നന്ദുവിൻ്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തതും മേഡത്തിൻ്റെ അറിവോടുകൂടി തന്നെയായിരിക്കും. പിന്നെ എന്തോ കാരണത്താൽ മേഡം അത് നന്ദുവിനോട് തുറന്നു പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഇനി മേഡത്തെയും ഋഷിയെയും താൻ വിശ്വസിക്കാൻ പാടില്ല, അവരെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അത് തൻ്റെ കുടുംബം തകർക്കുന്നതിന് തുല്യമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ദേവിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി നോമിനേഷൻ കൊടുത്തിട്ട് വരാം സിദ്ധു, ഇന്ന് തന്നെ ഞങ്ങളുടെ പ്രചരണം തുടങ്ങും, അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്നും തിരിച്ചു വരില്ല, വൈകിട്ടാവും പ്രചരണമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്ന് പറയുന്നു. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥൻ പിന്നെ പ്രഭാവതിയോടൊന്നും പറയണമൊന്നുമില്ല. അങ്ങനെ പ്രഭാവതി ഗിരീഷിനും കൂടി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കളക്ടറേറ്റിൻ്റെ മുമ്പിലായിട്ട് ജയേട്ടനും അതുപോലെ ആ രാഘവേട്ടനും പാർട്ടിക്കാരെല്ലാവരും പ്രഭാവതിയെയും ഗിരീഷിനെയും കാത്തു നിൽക്കുകയാണ്. ഇവർ ചെന്നിറങ്ങിയതും എല്ലാവരും സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നതും പ്രഭാവതി നോമിനേഷൻ ഒപ്പിട്ട് കളക്ടർക്ക് സമർപ്പിക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയതും പ്രവർത്തകരെല്ലാവരും കൂടി പ്രഭാവതിയെ മാലയിട്ട് സ്വീകരിച്ച് പ്രചരണത്തിന് പോകാനായിട്ട് ഒരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ജയേട്ടൻ പറയുന്നുണ്ട്, എന്തായാലും ദേവികയുടെ പ്രചരണം ഇച്ചിരി കുറയ്ക്കണം, അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പ്രഭാവതിക്ക് പറ്റുമെന്ന് ചോദിക്കണം. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാൻ ജയേട്ടാ, എന്തായാലും ഈ ഇലക്ഷനിൽ ഞാൻ തന്നെ ജയിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയാണ്. ദേവികയ്ക്ക് പാർട്ടിയുടെ പ്രസിഡൻറ്റ് ഫോൺ വിളിക്കുകയാണ്. ഫോൺ എടുത്തതും ദേവിക എന്താ സാറെന്ന് ചോദിക്കുമ്പം, അല്ല ദേവികയുടെ പ്രചരണമൊക്കെ എവിടം വരെയായി, ഇപ്പോൾ പ്രചരണത്തിൻ്റെ ഒരു ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പം, അത് സാർ 2-3 ദിവസമായിട്ട് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളല്ലായിരുന്നോ, അമ്മയെ കാണാതായതിൻ്റെ അതുകൊണ്ടാണ് പ്രചരണത്തിനൊന്നും ഇറങ്ങാണ്ടിരുന്നത്,
ഇനിയിപ്പോൾ എന്തായാലും അമ്മ തിരിച്ചെത്തിയല്ലോ, നമുക്ക് നാളെ തൊട്ട് പ്രചാരണം ആരംഭിക്കാം സാർ. ഇനിയിപ്പോൾ ദേവിക പിന്മാറും എന്തെങ്കിലും ചെയ്യുമെന്ന് ചോദിക്കുമ്പം ദേവിക പറയുന്നുണ്ട്, ഇല്ല സാർ, ഞാൻ ഉറപ്പായിട്ടും മത്സരിക്കും, ഒരിക്കലും ഞാൻ പിന്മാറില്ല, ഞങ്ങൾക്കത് അറിഞ്ഞാൽ മതി, എന്തായാലും ദേവികയുടെ വിജയം ഞങ്ങൾ ഉറപ്പിച്ചോളാം എന്നും പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കുന്നുണ്ട്. ഇതേ സമയം നമ്മളുടെ പ്രഭാവതി ആണെങ്കിൽ പത്രസമ്മേളനത്തിന് പങ്കെടുക്കുകയാണ്. ആ സമയത്ത് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ മിസ്സിങ്ങിൽ മേഡത്തിന് ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് കുറച്ച് പേരെ സംശയമൊക്കെ ഉണ്ട്, പക്ഷേ എനിക്കിപ്പോൾ അതൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല, എന്തായാലും ഇലക്ഷൻ കഴിയട്ടെ, ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം, അതുവരെ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കരുതെന്ന്. ആ സമയത്ത് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, മേഡത്തിൻ്റെ മിസ്സിങ്ങിന് പിന്നിൽ VDF സിദ്ധാർത്ഥൻ സാറും ദേവികയൊക്കെ ആണോ എന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞ, ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി പറയാൻ പറ്റില്ല, എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് എല്ലാവർക്കും വിശദീകരണം തരാം, ഇപ്പം ഇതും ചോദിച്ച് എന്നെ ശല്യം ചെയ്യരുതെന്ന്. ഈ സമയത്ത് പത്രക്കാരാണ് ഈ പരസ്പരം പറയുന്നുണ്ട്, എന്തായാലും മേഡത്തെ തട്ടിക്കൊണ്ട് പോയത് VDFൻ്റെ ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ മേഡം അത് വ്യക്തമാക്കി പറയില്ലേ, VDFൻ്റെ നേതാവാണല്ലോ സിദ്ധാർത്ഥൻ സാറ്, അതുമാത്രമല്ല മേഡത്തിൻ്റെ മരുമകളാണ് ഇപ്പോൾ VDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നതും, അതുകൊണ്ടാണ് മേഡം അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കണേന്ന് അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. ശരിക്കും നമ്മളുടെ പ്രഭാവതി ആഗ്രഹിക്കുന്നതും അത് തന്നെയായിരുന്നു, VDFൻ്റെ ആളുകൾ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു പേരിൽ ഈ ഇലക്ഷനിൽ മത്സരിച്ച് ജയിക്കാനാണ് പ്രഭാവതി തീരുമാനിച്ചിരിക്കുന്നതും. അങ്ങനെ പത്രക്കാരൊക്കെ പോയതിന് ശേഷം നമ്മളുടെ ജയേട്ടനാണ് ഈ പ്രഭാവതിയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, പ്രഭാവതിയെ കാണാതായതിൽ സിദ്ധാർത്ഥനോ VDFനോ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ജയേട്ടാ, സിദ്ധുവിനോ ദേവികയ്ക്കോ VDF പാർട്ടിക്കോ ഒന്നും അതിലൊരു പങ്കുമില്ല, അതെൻ്റെ പേഴ്സണൽ കാര്യം, അതിപ്പോൾ തൽക്കാലം എനിക്ക് ആരോടും പറയാനും പറ്റില്ല. പിന്നെ പ്രഭാവതി പത്രക്കാരോട് അത് തുറന്ന് പറയാതിരുന്നത് എന്താണെന്ന് ചോദിക്കുമ്പം അത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ടാണ് ഞാനത് മറച്ചു വെച്ച്, സത്യം അവരറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും VDF ജയിക്കും, അത് ഒരിക്കലും നടക്കാൻ പാടില്ല, ദേവിക തോക്കണം, എനിക്ക് അടുത്ത MLA ആവണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. ആ സമയത്ത് ജയം പറയുന്നുണ്ട്, ഞാൻ ഉദ്ദേശിച്ചതിലും നല്ല ബുദ്ധിയുള്ള ആളാണ് പ്രഭാവതി, എന്തായാലും പ്രഭാവതിയുടെ ആ തീരുമാനം നന്നായി, ഇപ്പോൾ പത്രക്കാർ തന്നെ അത് VDF ചെയ്തതെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചോളും, അതോടുകൂടി നമ്മളുടെ വിജയം ഉറപ്പാകുന്നു. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ന്യൂസ് വയ്ക്കുന്ന സമയത്ത് ന്യൂസിൽ പറയുന്നുണ്ട്, പ്രഭാവതിയുടെ മിസ്സിങ്ങിന് പിന്നിൽ VDFും അതുപോലെ സിദ്ധാർത്ഥനും ദേവികയും തന്നെയാണ്, അതുകൊണ്ടാണ് പ്രഭാവതി അതൊന്നും തുറന്നു പറയാത്തത്, ആരാ തട്ടിക്കൊണ്ട് പോയെന്നുള്ളത് പ്രഭാവതിക്ക് അറിയാം, പക്ഷേ പ്രഭാവതി ഇത് പുറത്ത് പറയാതിരിക്കുന്നത് സിദ്ധാർത്ഥനെയും ദേവികയെയും രക്ഷിക്കാനാണെന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. സിദ്ധാർത്ഥൻ എന്നിട്ട് വേഗം തന്നെ TV ഓഫ് ചെയ്തിട്ട് ഫോണെടുത്ത് പ്രഭാവതിക്ക് വിളിക്കുന്നുണ്ട്. പ്രഭാവതി ഫോൺ എടുത്തതും എന്താ സിദ്ധു എന്ന് ചോദിക്കുമ്പം എന്തൊക്കെയാ നീ ഈ ചാനലുകാരോടൊക്കെ പറഞ്ഞേക്കണേ, വാർത്തയിൽ അവരെന്തൊക്കെയാണ് പറയണേ, എന്നെയും ദേവികയും രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ മറച്ചു വയ്ക്കുക എന്നാലോ അവർ പറയണേന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, അതിന് ഞാൻ അവരോടൊന്നും പറഞ്ഞില്ലല്ലോ സിദ്ധു, സിദ്ധുവിനും ദേവികയ്ക്കും ഇതിലൊരു പങ്കുമില്ല എന്നാലോ പറഞ്ഞു, പിന്നെന്താ അവർ അങ്ങനെ പറയണേന്ന് ചോദിക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയില്ല, ഇനിയിപ്പോൾ നാണം കെട്ടി എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റില്ലാണ്ടായി, എന്തൊക്കെയാണ് ഇവിടെ നടക്കണേന്ന്. എന്തായാലും നമുക്ക് വീട്ടിൽ വന്നിട്ട് സംസാരിക്കാൻ സിദ്ധു എന്ന് പറഞ്ഞ് പ്രഭാവതി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ ജയേട്ടൻ വന്നിട്ട് പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രഭാവതി പുതിയ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ TVയിൽ ന്യൂസ് കണ്ടു എന്നും പറഞ്ഞ് സിദ്ധു വിളിച്ചതാ. സിദ്ധു ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാന്ന് പറയുന്നു. ആ സമയത്ത് ജയദേവൻ ചോദിക്കുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ, ഇലക്ഷൻ കഴിയണവരെയും പ്രഭാവതി വീട്ടിൽ നിന്നും ഒന്ന് മാറി നിന്നാലോ എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് ശരിയാവില്ല ജയേട്ടാ, വീട്ടിൽ തന്നെ നിന്ന് മത്സരിക്കണം എനിക്ക്, എന്നാലേ എൻ്റെ വിജയത്തിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ന്യൂസ് കണ്ടിട്ട് ദേവികയാണെങ്കിൽ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഇനി ഞാൻ മത്സരിക്കണോ അച്ഛാ, എന്തായാലും അമ്മയുടെ വിജയം ഉറപ്പായിട്ടുണ്ട്, ഇനി ഞാൻ മത്സരിച്ചിട്ടും കാര്യമില്ല, അതുകൊണ്ട് ഞാൻ നോമിനേഷൻ പിൻവലിച്ചാലോ എന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, നമ്മളുടെ കുടുംബം അല്ലേ അച്ഛാ നമ്മൾ നോക്കേണ്ടത്, എന്തായാലും അമ്മ പറഞ്ഞു കഴിഞ്ഞു നമുക്കുടെ കുടുംബം തകർക്കാനായിട്ട് ആരോ ഒരാൾ ശ്രമിക്കുന്നുണ്ടെന്ന്, ഇപ്പോൾ അമ്മ പറയുന്നത് സത്യമാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ മത്സരത്തിൽ നിന്നും പിന്മാറുക, അച്ഛൻ എന്നെ അതിന് അനുവദിക്കണമെന്ന്. ആ സമയത്ത് സിദ്ധാർത്ഥൻ ദേഷ്യത്തോടുകൂടി എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല ഞാൻ ഒരിക്കലും അത് സമ്മതിക്കില്ല എന്ന്. ആ സമയം ദേവികയും കരയുന്നുണ്ട്, അതിനൊപ്പം സിദ്ധാർത്ഥനും കരയുന്നുണ്ട്. അപ്പോൾ ദേവിക ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തിനാ അച്ഛാ കരയണേന്ന് ചോദിക്കുമ്പം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു പ്രതിസന്ധി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല, ബലരാമനെ കൊന്ന കേസിൽ ജയിലിൽ കിടന്നപ്പോൾ പോലും ഞാൻ ഇത്രയും സങ്കടം അനുഭവിച്ചിട്ടില്ല, ഇപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കുറ്റവാളിയായില്ലേ, പ്രഭയെ തട്ടിക്കൊണ്ടു പോയത് ഞാനാന്ന് KDFകാർ പറയണു,
BDFകാർ പ്രഭയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്തതാണെന്ന് പറയുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്യും മോളേന്ന് ചോദിക്കുന്നു. ആ സമയത്ത് ദേവിക പറയുന്നുണ്ട്, ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് ഞാൻ നോമിനേഷൻ പിൻവലിക്കുക അച്ഛാ, അതാ ഇപ്പോൾ ഇതിനൊരു പ്രതിവിധി ഉള്ളൂ, അല്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, അമ്മ മാത്രം മത്സരിക്കട്ടെ. ആ സമയത്ത് നന്ദുവും സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്, ദേവി പറഞ്ഞത് ശരിയാ അച്ഛാ, അമ്മ മത്സരിക്കട്ടെ, അമ്മ മത്സരിച്ച് ജയിച്ചാലും നമ്മളുടെ വീട്ടിൽ നിന്ന് ഒരു MLA ഉണ്ടാവുമല്ലോ, പിന്നെ എന്താ അച്ഛന് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എൻ്റെ വാക്കിന് ഒരു വിലയില്ലാതായി പോവില്ലടാ നന്ദ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ, എന്തായാലും ദേവിക നോമിനേഷൻ പിൻവലിക്കട്ടെ എന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ദേഷ്യത്തിൽ നന്ദനെയും ദേവികയും നോക്കിയിരിക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും